സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് മഞ്ചേശ്വരത്ത് കോൺഗ്രസ് ഓഫീസ് പ്രവർത്തകർ പൂട്ടി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിലാണ് ഹൊസങ്കടിയിലെ ഓഫീസ് പൂട്ടിയത്. ബ്ലോക്ക് പഞ്ചായത്തിലെ മഞ്ചേശ്വരം കേന്ദ്രീകരിച്ചുള്ള 3 സീറ്റും മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് ഓഫീസ് പൂട്ടിയത്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുകയാണ്. സിജു, വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ കേരളത്തിലെല്ലായിടത്തും യു ഡി എഫ് നേരിടുകയാണ്. ഇപ്പോൾ നിലവിൽ ഈ ഹൊസങ്കടിയിലത് വേറിട്ടൊരു അനുഭവമാണ്. കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഓഫീസ് പൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം. അവിടെ ഒരു ധാരണയുമില്ലാതെയാണോ സീറ്റ് വിഭജനം ഉണ്ടായെന്നാണോ ഇപ്പോൾ ഇവർ പറയുന്നത്? സിജു, കാസർഗോഡ് ജില്ലയിൽ വിവിധ മേഖലകളിൽ UDF-ലെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് തർക്കം നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഉണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കത്തെ തുടർന്ന് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് ഓഫീസ് പ്രവർത്തകർ തന്നെ എത്തി പൂട്ടി. ഹൊസങ്കടിയിലെ ഓഫീസാണ് മണ്ഡലം പ്രസിഡന്റ് ഹനീഫിന്റെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയത്. ഓഫീസിനകത്തെ ഫർണിച്ചറുകളും മറ്റും എടുത്തു മാറ്റിയ ശേഷമാണ് ഓഫീസ് പൂട്ടിയത്. മഞ്ചേശ്വരം ബ്ലോക്ക് മഞ്ചേശ്വരം പഞ്ചായത്തിനകത്ത് 3 ഡിവിഷനുകളാണുള്ളത്. ഈ 3 ഡിവിഷനുകളും മുസ്ലിം ലീഗ് നൽകിയതിനാണ് പ്രതീക്ഷ. വലിയ ജയസാധ്യതയുള്ള സീറ്റ് എന്നാണ് UDF-നകത്തെ വിലയിരുത്തൽ. ഇതാണ് വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായിരിക്കുന്നത്. നേരത്തെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടെ 3 ഡിവിഷനുകളിൽ 2 മുസ്ലിം ലീഗിനും 1 കോൺഗ്രസിനുമാണ് നൽകിയിരുന്നത്. ഇത്തവണ 3 ലീഗിനും നൽകിയതോടെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ നിരാശയിലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് പിന്നെ എന്തിനാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഓഫീസിൽ തടിച്ചുകൂടിയത്. പിന്നീട് ഓഫീസ് പൂർണ്ണമായും അടച്ചുപൂട്ടി. ഹൊസങ്കടിയിലെ സ്വകാര്യ കെട്ടിടത്തിന്റെ 2ാം നിലയിൽ പ്രവർത്തിച്ചിരുന്ന മഞ്ചേശ്വരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസാണ് ഇപ്പോൾ താഴിട്ട് പൂട്ടിയിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് ഹനീഫ് തന്നെയാണ്. ഓഫീസിന് മുന്നിലെ കോൺഗ്രസിന്റെ ബോർഡുകളും ഓഫീസിലെ ഫർണിച്ചറുകളും എല്ലാം തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. നേതാക്കളുടെ ചിത്രങ്ങളും നീക്കം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം നേരത്തെ തന്നെ സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാൻ തയ്യാറായില്ല എന്നുള്ളതിൽ വലിയ നിരാശയിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മേഖലയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം UDF-ന് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തുന്നത്. ശരി, സിജു കണ്ണനാണ് കാസർഗോഡ് നിന്നുള്ള സ്ഥാനാർത്ഥി നിർണയ തർക്കവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്.